ഗുഡ് മോർണിംഗ്. നമ്മുടെ ഏകദേശം ഓണത്തിന് എത്ര ദിവസം ഉണ്ട്? 3 ദിവസം. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുഴപ്പമില്ലാത്ത നല്ല സെയിൽ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ ആദ്യം തന്നെ വലിയൊരു നന്ദി പറയണം കസ്റ്റമറോട്. ഞാൻ അന്നാള് പറഞ്ഞില്ലേ ഒറ്റ വാക്ക് പിടിക്കണമെന്ന്, നമ്മൾ പിടിച്ചു, തൂക്കി. അപ്പൊ അതിന്റെ കാരണക്കാരാരാ? നിങ്ങൾ തന്നെയാണ്. കസ്റ്റമർ ഉണ്ട്, അത് അവരാണ്. അവരൊക്കെ ഹാൻഡിൽ ചെയ്തത് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. കട്ടയ്ക്ക് പോരാടിണ്ട്, ഒരു ഭക്ഷണം പോലും കറക്റ്റ് കഴിക്കാണ്ട്, വെള്ളം കുടിക്കാണ്ട് അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടോ. അതിന് ആക്ച്വലി ഏറ്റവും വലിയൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും കസ്റ്റമർ ഭാഗത്തു നിന്നാണ്. അപ്പൊ അതിന് ഒരു സല്യൂട്ട് കൊടുക്കാം നമുക്ക്. വലിയൊരു സല്യൂട്ടാണ് നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു ഹാപ്പിനെസിന്റെ കൂടെ സങ്കടകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. കസ്റ്റമർ ബുദ്ധിമുട്ടി, ഒരുപാട് നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടി നമ്മുടെ കൂടെ തന്നെ പരമാവധി സഹകരിച്ച് നിന്നുണ്ട്. അവർക്കൊരു വലിയ നന്ദി പറയണം അല്ലേ? പിന്നെ നമ്മുടെ ക്യാഷ് കൗണ്ടർ മുതൽ ബില്ലിങ്, ഡ്രൈവർമാര്, സെക്യൂരിറ്റി, വെൽക്കം ഗേള്, സെയിൽസ് സ്റ്റാഫ്, ക്യാൻറ്റീന്, ഓൺലൈന്, അക്കൗണ്ട്സ്, ഗോഡൌണ്, പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും കസ്റ്റമർക്ക് അല്ലേ? അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്ഷമ എൻ്റെ ഭാഗത്തുനിന്നും, നമ്മുടെ അരവിന്ദന്റെ ഭാഗത്തുനിന്നും, എൻ്റെ ഭാഗത്തുനിന്നും, നമ്മുടെ ഓൾ സ്റ്റാഫ് എല്ലാവരുടെ ഭാഗത്തുനിന്നും അല്ലേ വലിയൊരു ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോട്, കസ്റ്റമറോട്. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാ കസ്റ്റമറോടും ഇപ്രാവശ്യം ഉണ്ടായത് പോലെ തന്നെ അടുത്ത വട്ടം നിങ്ങൾ വരാതിരിക്കരുത്. കുറെ പേര് പറഞ്ഞിട്ട് പോയത് ഇനി ഈ കടയ്ക്ക് വരികയില്ല ഞങ്ങള് അല്ലേ. ഞാൻ എക്സാമ്പിൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയണ്ടേ. ഞങ്ങൾ ആദ്യമായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ വന്നതാണ്, നിരാശയോടെ മടങ്ങി വന്നു. ഇവിടെ വന്നപ്പോ എന്തോ തിരക്ക്, കയറാൻ പറ്റുന്നില്ല. അതേപോലെ സെയിൽസ് സ്റ്റാഫ് അടുത്തേക്ക് പോലും വരുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഞങ്ങള് ശരിക്കും അങ്ങനെ ചെയ്യുന്നതല്ല. ആ തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾ വന്നു ആയി പോയതാണ് അല്ലേ? കാരണം ഇതിലുള്ള നിങ്ങളുടെ ഈ മുഖങ്ങളെ കണ്ടാൽ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നൊന്ന് കാണിച്ചറാ. അപ്പൊ ഞങ്ങള് അങ്ങനെ ശരിക്കും ചെയ്യുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ഉറപ്പായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇത്രയും ഭാഗത്ത് ഞാൻ പറഞ്ഞ എല്ലാവരും ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കടനെ ആരും വെറുക്കരുത്, വീണ്ടും വരണം, വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഞങ്ങൾ ക്ലിയർ ആക്കി വരുന്നുണ്ട് അല്ലേ? എല്ലാം ക്ലിയർ ആക്കി വരികയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഓണപരിപാടിക്ക് എല്ലാവരും പങ്കെടുക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളും, നമ്മുടെ എല്ലാവരും ഒരാളായിട്ട് നിങ്ങളും പങ്കെടുക്കണം. ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് പോവുക അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സപ്പോർട്ട് നിങ്ങളുടെ എല്ലാത്തിനും വേണ്ടിയിട്ട്. അഗൈൻ